ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബിഗോണിയ പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബിഗോണിയ പ്ലാന്റുകൾക്കൊരു പ്രത്യേക ഭംഗിയാണല്ലേ, എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കയറിങ്ങും അതേപോലെ തന്നെ ലീഫുകൾ വെച്ച് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതും വാട്ടർ പ്രൊപ്പഗേഷനും എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഇതെല്ലാം തന്നെ ഞാൻ ലീഫിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത തൈകളാണ് കേട്ടോ. ലീഫിൽ നിന്ന് തൈകളൊക്കെ ഉണ്ടായി ഒരുപാട് കിട്ടും, പക്ഷേ വളർന്ന് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ ആ മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള തൈകളാണ്. ആദ്യം നമ്മൾ കണ്ട പ്ലാന്റിൽ നിന്ന് അതിൻ്റെ ലീഫുകൾ വെച്ചിട്ടാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 3-4 പ്ലാന്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ലീഫുകൾ വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് കാണാം. കണ്ടില്ലേ, ഇതിലൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ തൈകൾ വരിക കേട്ടോ. ഒരുപാട് തൈകൾ ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞ് തൈകളായിട്ട്. കണ്ടില്ലേ, ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടും തൈകളാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ വളർന്ന് കിട്ടും. ലീഫുകൾ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് തൈകളിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ പുതിയതായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഓരോ ലീഫിനും ഓരോ ഭംഗിയാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് വാങ്ങിച്ച പ്ലാന്റുകളും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് പോട്ടി മിക്സായിട്ട് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും മണലും കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ പിന്നെ നല്ല വെളിച്ചമുള്ളൊരു ഭാഗത്ത് വെച്ചാൽ മതി. ഇതൊരു ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പുതിയ പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മുടെ പിന്നെ കാബേജ് ബിഗോണിയാണ് കേട്ടോ. അതേപോലെ ഇത് മറ്റൊരു വെറൈറ്റിയാണ്, സിൽവറും ബ്ലാക്കും ആയിട്ട് ചേർന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്ന് പിന്നെ ഫ്രഷായിട്ട് വരട്ടെ എന്നുള്ളത് കൊണ്ടാണ് കാണിക്കാറുന്നത് കേട്ടോ. ഇത് മറ്റൊരു വെറൈറ്റിയാണ്, നിറയെ ഡോട്ട്സൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി, ട്വിസ്റ്റ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് 2 ട്വിസ്റ്റായിട്ടാണ് ഇതിൽ കാണുന്നത്. ഇനി ഇതേപോലെ 3-4 വെറൈറ്റി ട്വിസ്റ്റ് വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് കാണാം. ഇത് മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് സിൽവറും അതേപോലെ ഒരു ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ്. ഇതുമാണ് മറ്റൊരു വെറൈറ്റി. അപ്പോൾ ഒരു 11 വെറൈറ്റിയാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് ഇതിൽ തൈകൾ വരിക. ഒരു തണ്ടിൽ നിന്ന് തന്നെ കണ്ടോ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ ഭാഗം വെച്ച് കൊടുത്താൽ ഓരോ തൈകളാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതാ അതിൻ്റെ മറ്റൊരു വെറൈറ്റി. ഇതും ട്വിസ്റ്റാണ് കേട്ടോ. ഈ ലീഫിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ ട്വിസ്റ്റ് വെറൈറ്റി എല്ലാം. അപ്പോൾ ഈ ട്വിസ്റ്റ് വെറൈറ്റി 3-4 വെറൈറ്റി ഞാൻ വാങ്ങിച്ചതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ രണ്ട് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് ഈ ബിഗോണിയുടെ ലീഫുകളൊക്കെ കാണാനായിട്ട്. ഇത് ഏഞ്ചൽ ബിഗോണിയാണ് കേട്ടോ. ഇത് നല്ല റെഡ് കളറ് കയറി വരും ഈ ഒരു പ്ലാന്റിൽ. ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് ഒരു റെക്സ് ബിഗോണിയാണെങ്കിൽ ഇങ്ങനെ ഹൈറ്റിൽ വരില്ല. അത് ഏഞ്ചൽ ബിഗോണിയൊക്കെയാണ് അങ്ങനെ വളർന്നു വരാറുള്ളത്. മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. ഇതും ട്വിസ്റ്റ് വെറൈറ്റിയാണ് കേട്ടോ. ഇത് ശംഖ് ലീഫാണ് കേട്ടോ. ശംഖ് പോലെയാണ് ഇതിൻ്റെ ലീഫുകൾ വരാറുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ലീഫ് പ്ലാന്റ് തന്നെയാണ് അതും. ഇതും ഒരു ട്വിസ്റ്റ് വെറൈറ്റി തന്നെയാണ്. ഇത് ഒരു ഗ്രീൻ കളറാണ്, നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഉഷാറായിട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ മണ്ണും മണലും മാത്രം ചാണകപ്പൊടി മാത്രം ചേർത്ത് പോട്ടി മിക്സ് ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ വളങ്ങളൊക്കെ ചേർത്താൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബിഗോണിയ. അതുകൊണ്ട് വളരെ സെൻസിറ്റീവുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ നന്നായി കെയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ബിഗോണിയ പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ലീഫിലൊക്കെ പ്രാണികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ബിഗോണിയയുടെ മറ്റൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മറ്റൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ ലീഫിനും ഉണ്ട് കേട്ടോ. ഇത് 2 ഭാഗവും ട്വിസ്റ്റായിട്ടാണ് ഈ ഒരു ലീഫ് വരുന്നത്. ഇതൊക്കെ വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ
ഇതൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സുകൾ. അപ്പോൾ ഇനി നമുക്ക് ലീഫുകൾ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തത് കണ്ടു നോക്കാം. അതുപോലെ തന്നെ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ബിഗോണിയ പ്ലാന്റ്സുകൾക്ക് നമ്മൾ ദിവസം നനച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളം പാടില്ല. വെള്ളം കൂടുതലായാലും ഈ പ്ലാന്റുകൾ വേരുകൾ അഴുകിപ്പോയി പെട്ടെന്ന് പ്ലാന്റ് നശിച്ചു പോവാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയിൽ തന്നെ വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റാണ് ബിഗോണിയ പ്ലാന്റുകൾ. പിന്നെ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലീഫാണ് ഇതിൽ തൈകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തൈകൾ 2 രീതിയിലാണ് കേട്ടോ ലീഫ് വെച്ചിട്ട് വരുമ്പോൾ വരാറുള്ളത്. ഒന്നിപ്പോൾ ഈ ഒരു ലീഫിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ അതിന് തൈകൾ വന്നിട്ടുള്ളത്. ഇതിന് പിന്നെ വേരൊക്കെ വരുന്നുണ്ട്. വേര് കൂടുതൽ വന്നിട്ടില്ല കേട്ടോ. കൂടുതൽ സമയമായിട്ടില്ല ഇത് വെച്ചിട്ട്. ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ വേരുകൾ കുറവേ ഉള്ളൂ. പക്ഷേ താഴ്ത്തുനിന്നല്ല ഇതിന് തൈകൾ വരുന്നത്, ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ. ലീഫിൻ്റെ ഈ നടുഭാഗത്തു നിന്നാണ്. കണ്ടോ, ഒരുപാട് തൈകൾ വരും കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്ന് വരുമ്പോൾ. അതേപോലെ തന്നെ ഈ ഒരു തണ്ടിൻ്റെ ചോട്ടിൽ നിന്നും തൈകൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു പിന്നെ കുപ്പിയിലും കൂടെ ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലീഫ് കേട്ടോ. ഇതൊന്ന് നോക്കാം, ഇതെടുത്ത് നോക്കാം ഇതെങ്ങനെയെന്ന്. കണ്ടോ, അതിനേക്കാളും കൂടുതൽ പിന്നെ വേര് ഈ ഒരു പ്ലാന്റിന് വന്നിട്ട് ഈ ഒരു ലീഫിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ നിന്ന് പിന്നെ ഇതിന് കുറച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ലീഫിന്. 2 ലീഫാണ് ഞാനൊരു പിന്നെ കുപ്പിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ 2 ലീഫായിട്ട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എടുത്ത് നമ്മൾ കയ്യിൽ കുപ്പിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ വേരുകൾക്കൊക്കെ ഡാമേജ് വരും കേട്ടോ. അപ്പോൾ ഒരു ലീഫ് വെച്ച് കൊടുക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ലീഫിൽ നിന്ന് തൈകൾ വരുന്നത് താഴെ ഭാഗത്തു നിന്നാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ചെറിയ ചെറിയ തൈകൾ. ഇതാ ഒരു 3 തൈകൾ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും വരുന്നുണ്ട്. ഒരുപാട് പിന്നെ തൈകളായിട്ട് വരുന്ന ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ലീഫിൽ നിന്ന് താഴെ ഭാഗത്തു നിന്നും നമ്മൾ നേരത്തെ കണ്ട ഒരു ലീഫിൽ നിന്ന് മുകൾ ഭാഗത്തു നിന്നുമാണ് തൈകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ലീഫ് വെക്കുമ്പോൾ നമ്മൾ നല്ല മെച്ചുറായിട്ടുള്ള ലീഫ് തന്നെ നോക്കി, നല്ല മൂത്ത ലീഫ് നോക്കിയിട്ട് വേണം വെക്കാൻ കേട്ടോ. അതാണ് ഈ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് പെട്ടെന്ന് തൈകളായി കിട്ടും വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അതാണ് നമുക്ക് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ പിന്നെ നല്ല വെയിലൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് വേണം കേട്ടോ. സൺലൈറ്റൊന്നും കിട്ടാത്തൊരു ഭാഗത്ത് വേണം അത് വെച്ച് കൊടുക്കാൻ. എങ്കിൽ ഇതിൻ്റെ തൈയൊക്കെ പിന്നെ വേഗം ആയി വരുള്ളൂ. ഇതിപ്പോൾ ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ടാവും ഈ ഒരു ലീഫ് വെച്ചിട്ട് കേട്ടോ. ഇത് ആദ്യം വെച്ചതായിരുന്നു. അപ്പോൾ അതിലാണ് കൂടുതൽ പിന്നെ വേരൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ തൈകളും ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ബിഗോണിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ലീഫ് വെച്ചിട്ട് മണ്ണിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോ ലീഫുകൾ ചെറിയൊരു തണ്ട് ഭാഗം കൂടെ വെച്ചിട്ട് ഈ ഒരു ലീഫിൻ്റെ നടുഭാഗത്ത് ഇത്തിരി മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തൈകൾ പിന്നെ ആയിട്ട് വരും കേട്ടോ, കുഞ്ഞു പ്ലാന്റുകളായിട്ട്. അപ്പോൾ അങ്ങനെ വന്നതും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ലീഫുകൾ വെച്ചിട്ട് തൈകളായിട്ട് വന്നിട്ടുള്ള ചെടികളാണ് കേട്ടോ. അതാ ചെറിയ ചെറിയ തൈകൾ കാണുന്നുണ്ടല്ലോ, കുഞ്ഞു തൈകൾ ഓരോ ലീഫിൽ നിന്നും വരുന്നുണ്ട്. ഒരു ലീഫ് തന്നെ 4, 5, 6 ഒക്കെ പീസുകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിൽ നിന്നൊക്കെ തൈകൾ വരുന്നുണ്ട്. ഇതൊരു നല്ല സിൽവർ കളറ് പിന്നെ ബിഗോണിയാണ് കേട്ടോ. അതിൽ നിന്നും തൈകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ലീഫുകൾ ഒരുപാട് പീസുകളാക്കിയിട്ടാണ് വെച്ച് കൊടുത്തുള്ളത്. അതിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലീഫുകൾ വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ വലിയ തൈകളായി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്നാലും നമുക്ക് ലീഫുകൾ വെച്ചിട്ട് പല പിന്നെ ഒരു ലീഫിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ മറ്റൊരു ലീഫുകൾ വെച്ച് ഒരു പിന്നെ
ചെടിയും കൂടെ കാണട്ടോ. അത് കണ്ടോ, ചെറിയ ഒരു പ്ലാന്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും വളർന്നാൽ നമുക്ക് ഇതൊരു പോട്ടിലേക്ക് മാറ്റി വെക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഒരു 2 ലീഫ് വന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കത് മാറ്റി വെച്ച് പുതിയ ഒരു ചെടിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ലീഫ് ഒന്ന് പറിച്ച് നോക്കിയിട്ട് അതിന് വേര് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ CC പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ ഇതിൽ വെച്ച് കൊടുത്തിട്ട് തൈകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പറിച്ച് നോക്കാം കേട്ടോ നമുക്ക്. ഈ ഒരു ലീഫ് കണ്ടില്ലേ, ഒരു ലീഫ് തന്നെ 4-5 പീസാക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ലീഫിലാണ് കണ്ടോ ചെറിയ തൈ ഇതിന് വരുന്നത്. വേരും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിൽ നിന്ന് തൈ വരുന്നത് കണ്ടോ. അപ്പോൾ എങ്ങനെയാണ് കേട്ടോ ബിഗോണിയ പ്ലാന്റുകളിൽ നിന്ന് തൈകൾ ലീഫ് വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെയുള്ള തൈകളാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ചെടികളെല്ലാം തന്നെ കേട്ടോ. അപ്പോൾ ബിഗോണിയ പ്ലാന്റുകളുള്ളവർ കുറച്ച് കഴിയുമ്പോഴേക്കും ആ പ്ലാന്റ് നശിച്ചു പോകും. അതുകൊണ്ട് അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഇതേപോലെ ലീഫുകൾ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എങ്കിൽ ബിഗോണിയ പ്ലാന്റ് നമ്മളെന്ന് നശിച്ചു പോകാതിരിക്കുള്ളൂ. അത് അതിൻ്റെ പീസുകൾ വെച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം, അതേപോലെ ലീഫുകൾ വെച്ചിട്ടും തൈകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഞാനത് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ലീഫുകൾ വെച്ചും ഒരുപാട് ഇതുപോലെ ഭംഗിയുള്ള ബിഗോണിയാസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബിഗോണിയ പ്ലാന്റുകൾക്കൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. ലീഫുകൾക്ക് ഓരോ പ്ലാന്റിനും ഉണ്ട് അതിൻ്റേതായ ഭംഗികൾ. ഇപ്പോൾ ഒരു പ്ലാന്റ് കിട്ടിയാലും നമുക്ക് അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസ് വീണ്ടും കിട്ടാനാണ് തോന്നാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഓരോ പ്ലാന്റ് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ പുതിയ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.